നമസ്കാരം കൂട്ടുകാരെ. പച്ചക്കാട് എന്ന അതിമനോഹരമായ വനത്തിന്റെ ഒത്ത നടുവിലായി ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. ബോധി എന്നായിരുന്നു ആ മരത്തിന്റെ പേര്. ബോധി വെറുമൊരു മരമായിരുന്നില്ല. പച്ചക്കാട്ടിലെ മൃഗങ്ങളുടെ അറിവിന്റെ കേന്ദ്രം അതായിരുന്നു. ആ മരത്തിനുള്ളിൽ വേരുകൾക്കിടയിലും മരപ്പൊത്തുകളിലുമായി ആയിരക്കണക്കിന് ഓലകളും പുസ്തകങ്ങളും അടങ്ങിയ വലിയൊരു ഗ്രന്ഥശാല പ്രവർത്തിച്ചിരുന്നു. ഈ വനത്തിൽ ചിന്തു എന്നു പേരുള്ള കുസൃതിക്കാരനായ ഒരു അണ്ണാറക്കണ്ണൻ താമസിച്ചിരുന്നു. ചിന്തുവിന് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. മരക്കൊമ്പുകളിൽ ചാടി നടക്കാനും മാമ്പഴം കടിച്ചു തിന്നാനും അവന് ഉത്സാഹമായിരുന്നു. എന്നാൽ പണിയെടുക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനോ അവന് അത്ര താൽപ്പര്യമില്ലായിരുന്നു. മുതിർന്നവർ അവനോട് പറയും, ചിന്തു, നീ അല്പം കൂടി ഉത്തരവാദിത്തം കാണിക്കണം. വെറുതെ ചാടി നടന്നാൽ പോരാ. അപ്പോഴൊക്കെ ചിന്തു ചിരിച്ചുകൊണ്ട് ഓടിപ്പോകും. ഒരു ദിവസം ഉച്ചയ്ക്ക് വെയിൽ കനത്തപ്പോൾ ചിന്തു ബോധിമരത്തിലെ ഗ്രന്ഥശാലയിലേക്ക് ഓടിക്കയറി. അവിടെ നല്ല തണുപ്പായിരുന്നു. വായനശാലയുടെ സൂക്ഷിപ്പുകാരനായ മൂങ്ങയപ്പൂപ്പൻ ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തി ചിന്തു ആരും അധികം പോകാത്ത ലൈബ്രറിയുടെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് വലിഞ്ഞുകയറി. അവിടെ പൊടി പിടിച്ച പഴയ കുറേ പുസ്തകങ്ങൾക്കിടയിൽ തിളങ്ങുന്ന ചട്ടയുള്ള ഒരു വലിയ പുസ്തകം അവൻ കണ്ടു. ആ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിൽ നിന്ന് ടിക് ടിക് എന്നൊരു ഘടികാര ശബ്ദം കേൾക്കാമായിരുന്നു. കൗതുകം തോന്നിയ ചിന്തു ആ പുസ്തകം മെല്ലെ തുറന്നു. പെട്ടെന്ന് പുസ്തക താളുകളിൽ നിന്ന് 1000 മിന്നാമിനുങ്ങുകൾ ഒന്നിച്ചു പറന്നു വന്നതുപോലെ ഒരു പ്രകാശം പുറത്തുവന്നു. ചിന്തുവന്റെ കണ്ണു മഞ്ഞളിച്ചുപോയി. ചുറ്റുമുള്ള വായുവിന് വേഗം കൂടിയതുപോലെ അവന് തോന്നി. ബോധിമരത്തിന്റെ ഭിത്തികൾ കറങ്ങുന്നതുപോലെ. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? ചിന്തു പേടിയോടെ വിളിച്ചു പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രകാശം അണഞ്ഞു. ചിന്തു മെല്ലെ കണ്ണു തുറന്നു നോക്കി. അവൻ ഇപ്പോഴും ബോധിമരത്തിന്റെ ചുവട്ടിൽ തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ മാറിയിരിക്കുന്നു. പച്ചക്കാടിപ്പോൾ പച്ചയല്ല. ചുറ്റും ഉണങ്ങിയ മരങ്ങളും കരിഞ്ഞ പുല്ലുകളും മാത്രം. ആകാശത്ത് കത്തുന്ന സൂര്യൻ. ബോധിമരം ഇപ്പോൾ കാണുന്നതിലും വളരെ ചെറുതാണ്. ഞാൻ എവിടെയാണ്? ചിന്തു അമ്പരന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. കുറച്ച് അണ്ണാറക്കണ്ണന്മാർ വരി വരിയായി നിന്ന് ദൂരെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവരുന്നു. അവരുടെ കൂട്ടത്തിൽ ക്ഷീണിച്ചവശനായ എന്നാൽ കണ്ണുകളിൽ തിളക്കമുള്ള ഒരണ്ണാറക്കണ്ണനെ ചിന്തു കണ്ടു. അവനെ കണ്ടാൽ ചിന്തുവിനെ പോലെ തന്നെ ഇരിക്കുന്നു. ചിന്തു ആ അണ്ണാറക്കണ്ണന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ, ഇതേതാ സ്ഥലം? എന്താ ഇവിടെ ആകെ ഉണങ്ങിയിരിക്കുന്നത്? ആ അണ്ണാറക്കണ്ണൻ ചിന്തുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഇത് പച്ചക്കാടാണ് സുഹൃത്തേ. പക്ഷേ മഴ പെയ്തിട്ട് മാസങ്ങളായി. ഞങ്ങൾ ഈ ചെറിയ ബോധിമരത്തെയും മറ്റു ചെടികളെയും ഉണങ്ങാതെ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തുവിന് അത്ഭുതം തോന്നി. നിങ്ങൾ എന്തിനാണിത്ര കഷ്ടപ്പെടുന്നത്? വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ പോരെ? അപ്പോൾ ആ അണ്ണാറക്കണ്ണൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ ഭാവിയിൽ വരുന്നവർക്ക്, അതായത് നിന്നെപ്പോലെയുള്ളവർക്ക് തണലും കുളിരും കിട്ടും. ഈ മരം വളർന്നാൽ അതൊരു വലിയ ഗ്രന്ഥശാലയാകും. അറിവും തണലും നൽകുന്ന മഹാമരം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വിയർപ്പൊഴുക്കുന്നത്. ചിന്തുവിന് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ആ സംസാരിക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ മുത്തശ്ശൻ്റെ അച്ഛനാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള പച്ചക്കാടാണിത്. താനിപ്പോൾ അനുഭവിക്കുന്ന തണലും പഴങ്ങളും ആ വലിയ ലൈബ്രറിയുമെല്ലാം ഇവർ അന്ന് കഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായതാണ്. അന്നു മുഴുവൻ ചിന്തു അവിടെ നിന്നു. അവൻ വെറുതെ നോക്കി നിന്നില്ല. തൻ്റെ വേഗതയും ചാട്ടവും ഉപയോഗിച്ച് ദൂരെ അരുവിയിൽ നിന്ന് വേഗത്തിൽ വെള്ളം കൊണ്ടുവരാൻ അവനും അവരെ സഹായിച്ചു. ഉണങ്ങിയ മണ്ണിൽ വിത്തുകൾ പാകാൻ അവൻ കുഴികൾ മാന്തിക്കൊടുത്തു. വൈകുന്നേരമായപ്പോഴേക്കും ക്ഷീണം കൊണ്ട് അവൻ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. എങ്കിലും അവൻ്റെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിലെ സുഖം അവൻ അറിഞ്ഞു.
സന്ധ്യയായപ്പോൾ ആ തിളങ്ങുന്ന പുസ്തകം വീണ്ടും അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് തുറന്നതും വീണ്ടും ആ പ്രകാശം പരന്നു. കണ്ണു തുറന്നപ്പോൾ ചിന്തു തിരികെ പഴയ ബോധിമരത്തിന്റെ മുകളിലത്തെ നിലയിലെത്തിയിരിക്കുന്നു. മൂങ്ങയപ്പൂപ്പൻ താഴെ നിന്ന് വിളിക്കുന്നുണ്ട്. ചിന്തു, വായനശാല അടയ്ക്കാറായി, ഇറങ്ങി വാ. ചിന്തു താഴേക്ക് ഓടിയിറങ്ങി. പുറത്തിറങ്ങിയ അവൻ പച്ചക്കാടിനെ പുതിയ കണ്ണുകളോടെ നോക്കി. പച്ച വിരിച്ച മരങ്ങളും തണുത്ത കാറ്റും അവനെ തഴുകി. ഇതെല്ലാം പഴയ കാലത്തെ ഹീറോകൾ സമ്മാനിച്ചതാണെന്ന് അവനു മനസ്സിലായി. അന്നു മുതൽ ചിന്തു മാറി. അവൻ കളിചിരികൾ നിർത്തിയില്ല. പക്ഷേ അതോടൊപ്പം അവൻ കാര്യമായി പണിയെടുക്കാനും തുടങ്ങി. ലൈബ്രറി വൃത്തിയാക്കാനും പുതിയ തൈകൾ വച്ചുപിടിപ്പിക്കാനും അവൻ മുന്നിട്ടിറങ്ങി. അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ചിന്തു പറയും, ഞാൻ വെറുമൊരു അഞ്ഞാറക്കണ്ണനല്ല, ഈ കാടിന്റെ ഭാവിയാണ് ഞാൻ പണിയുന്നത്. ബോധിമരത്തിലെ ആ പഴയ പുസ്തകം അപ്പോഴും ചിന്തുവിനെ നോക്കി രഹസ്യമായി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിച്ചു നടന്ന ചിന്തു തന്റെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികളിലൂടെ പച്ചക്കാടിന്റെ ഒരു കൊച്ചു ഹീറോ ആയി മാറി.